മറ്റൊരു വാർത്തയിലേക്ക്. ബംഗളൂരുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ സംസ്കാരം ഇന്ന്. കുടുംബ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാരം. മകന്റെ മരണം കുടുംബ പ്രശ്നമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതായി പിതാവ് പ്രദീപ് പറഞ്ഞു. ഇപ്പോൾ അവിടുത്തെ കുട്ടികൾ പറഞ്ഞത് ഒരു സന്ദീപ് പാണ്ഡെ എന്ന് പറഞ്ഞൊരു അധ്യാപകന്റെ പേരാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന 2 പേര് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മോനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തി ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന സാറ് മറ്റുള്ള പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇവനും കൂടെ അത് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇൻസൾട്ട് ചെയ്തത്. ആ ഒരു കേസാ വിഷുവിന് വീട്ടിൽ വന്നപ്പോൾ ആ അമ്മയോട് പറഞ്ഞ ഇങ്ങനൊരു സംഭവം കോളേജിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ആദിത്യന് സന്ദീപ് പാണ്ഡെ എന്ന അധ്യാപകരിൽ നിന്ന് നിരന്തരം മാനസിക പീഡനം ഉണ്ടായെന്നാണ് സഹോദരന്റെ ആരോപണം. 20 കൂടുതൽ കുട്ടികൾ എനിക്ക് മെസ്സേജ് ഇട്ടു, ചേട്ടാ ആദ്യയുടെ ഫ്രണ്ട്സാണ്, ആദ്യയുടെ കൂടെ പഠിച്ചതാണ്, ആദ്യയുടെ പഠിച്ചിരുന്നവരാണ്. അവിടുന്ന് ഈ സന്ദീപ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഡ്രോപ്പ് ഔട്ടായി പോയവരെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞ് ഇയാളുടെ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ്. ഒരു കുട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഇതുപോലെ ഈ കാര്യം തന്നെയാണ്, സെയിം കാര്യം തന്നെ പറയുന്നത്. നിങ്ങളിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചെന്നില്ലെങ്കിൽ അടിക്കുന്നത്. എന്നിട്ട് അതിലുള്ള ഒരു കുട്ടി എനിക്ക് അയാൾ അടിച്ച ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വിവരങ്ങളുമായി സനീറ്റ അവിടെ നിന്ന് ചേർന്നു. സനീറ്റ, അങ്ങേയറ്റം ദുഃഖകരമായ കാര്യമാണ്. പഠിക്കാൻ പോയൊരു കുട്ടി അവിടെ മരിച്ചു. അത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. എന്താണ് വീട്ടുകാർ പറയുന്നത്? സനീഷ്, അരുവിക്കര കാച്ചാടി ഈ മരണപ്പെട്ട ആദിത്യന്റെ വീട്ടിന്റെ മുന്നിൽ തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ ബംഗളൂരുവിൽ ഉള്ള ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഈ നഴ്സിംഗ് സ്ഥാപനത്തിൽ ഇത്തരത്തിൽ ഈ കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ കുടുംബം വലിയ ആരോപണങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ഉയർത്തുന്നത്, അധ്യാപകർക്കെതിരെ ഉയർത്തുന്നത്. ഈ മരണ ദിവസം തന്നെ ഈ സ്ഥാപനത്തിൽ നിന്നും കുടുംബത്തേക്ക് വിളി വന്നിരുന്നു. അത്തരത്തിൽ അതായത് ഈ ആദിത്യൻ മരണപ്പെട്ട സാഹചര്യം ഉണ്ടായി. അതിനു മുന്നേ മറ്റൊരു സ്ത്രീ വിളിക്കുകയുണ്ടായിരുന്നു. ഈ ആദിത്യൻ ഇത്തരത്തിൽ സുഖമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടായി എന്നുള്ള ഒരു നിരവധി വിളികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ആദിത്യൻ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ആദിത്യന്റെ മരണം കാണാൻ കഴിയുന്നത് എന്നാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. അതായത് ഈ കോളേജിലേക്ക് പോകുന്നത് യൂണിഫോം ധരിച്ചാണ്. അത്തരത്തിൽ ഈ 3 വിദ്യാർത്ഥികളോടൊപ്പമാണ് ഈ PG ഈ ഹോസ്റ്റലിൽ ആദിത്യൻ കഴിഞ്ഞിരുന്നത്. ഇത്തരത്തിൽ 3 പേരും പഠനത്തിനായി പോയ സാഹചര്യത്തിൽ ഈ ആദിത്യൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ കോളേജ് അധികൃതർ പറയുന്നത്. എന്നാൽ അത്തരത്തിൽ ആത്മഹത്യ ഒരിക്കലും ആദിത്യൻ ചെയ്യില്ല എന്ന് സനീറ്റ, ഞാൻ തിരിച്ചു വന്നുകൊള്ളാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്.